എല്ലാവർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റാരെങ്കിലും ചെയ്ത കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പങ്കാളി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം, നിങ്ങൾ ലവേഴ്സ് ആവാം, നിങ്ങൾ പാർട്ട്നേഴ്സ് ആവാം. അപ്പോൾ ഒരു തെറ്റായ ചിന്തകൾ അഥവാ ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഒരു ദുഷ്പ്രേരണകൾ, മറ്റാരെങ്കിലും ചെയ്ത ദുഷ്പ്രേരണകൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്ത തെറ്റായ കാര്യങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടോ എന്നാണ് നമ്മളിന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത് എൻ്റെ റീഡിങ്ങിലൂടെ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോഴേക്കും നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പം ഈ റീഡിങ് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തേക്കോ ഈശ്വരനേക്കോ ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് റീഡിങ് എടുക്കുന്നത് കുറച്ചും കൂടെ സഹായകമാകും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് കൂടുതൽ റെസണേറ്റ് ആകും കാര്യങ്ങൾ. പിന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക എന്നാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. മറ്റാരെങ്കിലും നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ ദുഷ്പ്രേരണകൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത്. ഇതൊന്നും ഞാൻ നേരത്തെ എടുത്തു വെക്കുന്ന കാർഡുകളല്ല. തീർച്ചയായും എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു പ്രസൻസ് ഇവിടെ കാണുന്നുണ്ട്. ഓവറോൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ ഒരു വ്യക്തി ഉണ്ടാക്കിയതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന സമയമായിരിക്കാം. ആ ഒരു ജീവിക്കുന്ന ടൈമിൽ നിങ്ങൾക്കിടയിലേക്ക് അവരുടെ ഒരു സുഹൃത്തിൻ്റെ ചതിയിൽപ്പെട്ട്, അതായത് ഒരു സാമ്പത്തിക ഇടപാടുകളിലൂടെ ഒരു വലിയ നഷ്ടം നിങ്ങളുടെ ഹസ്ബൻഡിന് ഉണ്ടാക്കിയതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഒരു ഉറ്റ സുഹൃത്തിനെ ഒരു ചതിച്ചൊരു എനർജി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തെയും ബാധിച്ചതായിട്ട് കാണുന്നുണ്ട് ശരിക്കും. അതുപോലെ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് അടുത്തറിയാവുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു രക്തബന്ധത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സണെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നവർക്കും അതുപോലെ ഇൻ കോണ്ടാക്റ്റിലുള്ളവരുടെയും കുടുംബജീവിതം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കുറേ വ്യക്തികളുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് നോ കോണ്ടാക്റ്റിലുള്ളവരാണെങ്കിലും ഇത് കാണാം, ഇൻ കോണ്ടാക്റ്റിലുള്ളവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം ഇൻ കോണ്ടാക്റ്റിലാണെങ്കിൽ തന്നെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു അകൽച്ച വന്നിട്ടുണ്ട് മൊത്തത്തിൽ. കാര്യം ഇവിടെ ഒരു മൂന്നാമതൊരു വ്യക്തിയുടെ പ്രസൻസ് ഉണ്ട്. ഒരു ദുഷ്പ്രേരണ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. വളരെ ഓവർ കോൺഫിഡൻസ് ആയ ഒരു വ്യക്തി നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. വളരെ പർപ്പസ്ഫുള്ളി അവർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വ്യക്തി ഇപ്പം കടുത്ത നിരാശയിലൂടെയാണ് പോകുന്നത്. സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ തകർച്ച നിങ്ങളുടെ വ്യക്തിക്കുണ്ടായി. നിങ്ങളുടെ ഹസ്ബൻഡിനാകാം, നിങ്ങളുടെ വൈഫിനാകാം, നിങ്ങളുടെ പാർട്ട്ണർക്കാവാം, ആർക്കുമാവാം.
നിങ്ങളിപ്പം ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഒരുപാട് അകന്നാണ് നിങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നത്. കാര്യം പല പല പ്രശ്നങ്ങളാണ് നിങ്ങളെ അലട്ടുന്നത്. ചില വ്യക്തികളുടെ രൂപത്തിൽ വരുന്നു, ചിലതാണെങ്കിൽ കടത്തിൻ്റെ രൂപത്തിൽ വരുന്നു. ഒരു സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതം ഇപ്പോൾ നീങ്ങുന്നത്. ഒരു സ്ത്രീയുടെ ഒരു ആർത്തിയായ അതായത് എത്ര കിട്ടിയാലും മതി തികയാത്ത ഒരു സ്ത്രീയുടെ ഒരു ആർത്തി ഇവിടെ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു കുടുംബത്തിൽ നിന്നുള്ളൊരു സ്ത്രീയാണ്. തീർച്ചയായിട്ടും അവരുടെ അത്യാർത്തി മൂലം നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുണ്ടായതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ധനനഷ്ടത്തിനെ സൂചിപ്പിക്കുന്ന കാർഡുകളൊക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതായത് നിങ്ങളും കുറച്ച് പേർ എനർജിയിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിക്ക് ഇടയിൽ കടുത്ത വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്നൊരു മനസമാധാനമൊക്കെ എടുക്കുക. അപ്പോൾ ഇത് ചില വ്യക്തികൾ മുതലെടുത്തതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയ സിറ്റുവേഷനും ഉണ്ടാകുന്നുണ്ട്. ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സാഹചര്യം മുതലെടുത്ത്, അതായത് നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും തമ്മിൽ വഴക്കുണ്ടാകുന്നു, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിൽ വഴക്കുണ്ടാകുന്നു. ഈ ഒരു സാഹചര്യം മുതലെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തി. കാര്യം നിങ്ങളുടെ ആ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് സാമ്പത്തികപരമായിട്ട് ഒരുപാട് നഷ്ടം സംഭവിച്ചു. അവരെ കൂടെ നിന്ന ഒരു സുഹൃത്ത് ചതിച്ചതായിട്ട് കാണുന്നുണ്ട്. അവരുടെ എല്ലാം ബിസിനസ്സും എല്ലാം നഷ്ടപ്പെട്ടതായിട്ട് കാണിക്കുന്നുണ്ട്. കാര്യം നല്ല സ്റ്റെബിലിറ്റിയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, നല്ല ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ വ്യക്തി. പക്ഷെ അവരെ ഒരു സുഹൃത്ത് ഒരു കുടുക്കിൽ ചാടിച്ചതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ഇങ്ങനെ കുടുക്കിൽ ചാടിച്ചത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കുടുംബജീവിതത്തെയും ഒരുപാട് അഫക്റ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു നിങ്ങളുടെ ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു അമളി പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആഭിചാരം, ഒരു ദുഷ്പ്രേരണ, ഒരു നെഗറ്റീവ് എനർജിയുടെ സഹായത്താലാണ് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചത്. അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് നല്ല രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ പേഴ്സൺ, ആ ഏത് ജെൻഡറിൽപ്പെട്ട ആയിക്കോട്ടെ, അവർ നല്ല കരിയറിൽ നല്ല കര പിടിച്ച് നല്ലതായിട്ട് പച്ച പിടിച്ച് വരുന്നൊരു സമയം. കരിയറിൽ ഭയങ്കര ഉയർച്ച. ഇത് കണ്ടിട്ട് അസൂയ പൂണ്ട് ചില വ്യക്തികൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കരിയർ നശിപ്പിക്കാനായിട്ട് മാക്സിമം പ്രവർത്തിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു പ്രൊഫഷണൽ ജലസിയൊക്കെ കാണാം, ജോലി സംബന്ധമായും എല്ലാം. കാര്യം നിങ്ങളുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ നല്ല ഇതാണ്. അല്ലെങ്കിൽ ഫാമിലി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നതിന് നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്ക് തന്നെ എതിർപ്പുണ്ട്. അവരതിൽ അസൂയ കൊണ്ട് ഒരു കൂടോത്രം അല്ലെങ്കിൽ ആഭിചാരം ചെയ്തതായിട്ടും കാണുന്നുണ്ട്. ചില വ്യക്തികളെ അത്യാർത്തി കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്ത്രീയുടെ അത്യാർത്തി ഇവിടെ ഒരു ഭയങ്കര സ്പഷ്ടമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചാണ് ജീവിക്കുന്നത്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു ബന്ധത്തിൽ. ഇപ്പം നോക്കേണ്ട കുറേ പേരൊക്കെ ഒരു തേർഡ് പാർട്ടിയും, അതായത് നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകറ്റിയതായിട്ട് കാണുന്നുണ്ട് ചിലരുടെ ദുഷ്പ്രേരണ കാരണം. പക്ഷേ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒന്നിച്ചാണ് താമസിക്കുന്നത്. ഒരു തകർച്ചയുടെ വക്കിലാണ് നിങ്ങളുടെ ബന്ധം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മനസ്സമാധാനം ആ ഒരു ബന്ധത്തിലില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പണമില്ല, പണമില്ലാത്തതിനെ പിണം എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു അവസ്ഥ. അപ്പം നിങ്ങൾക്ക് തന്നെ സംശയം ഉണ്ടായിരിക്കും, എന്തുകൊണ്ട് എൻ്റെ ഭർത്താവ് നല്ല വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, എങ്ങനെ ഇത് പറ്റിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക്, ആർക്കും ആവാം, അവർക്ക് തന്നെ സംശയമാണ്, ഇത് എന്താണ് ഇങ്ങനെ പറ്റിയത്, എന്താണ് ഇതിൻ്റെ പിന്നിൽ. അപ്പം നിങ്ങൾ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യം. ഇവിടെ ഒരു വ്യക്തികൾ ഇടപെട്ട് നിങ്ങളുടെ ജീവിതം തകർത്തിട്ടുണ്ട്. നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾക്കിട്ട് പാര വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ ഒരു സ്ട്രെങ്ത് ഇല്ല എന്നാണ് പറയുന്നത്. ഒന്നിനും ഒരു കോൺഫിഡൻസ് ഇല്ല നിങ്ങൾക്ക്, നിങ്ങളുടെ വ്യക്തിക്ക്. നിങ്ങളെ അത് ബാധിച്ചിട്ടുണ്ട്, നിങ്ങളെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലി ലൈഫിനെ മൊത്തത്തിൽ ഉലച്ചു ഈ ഒരു സിറ്റുവേഷൻ. ഹസ്ബൻഡ് നിങ്ങളോട് നിരന്തരം വഴക്കുണ്ടാക്കുന്നു, മാനസിക സമ്മർദ്ദം. ചില വ്യക്തികളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ പേഴ്സൺ നിങ്ങളെ വിട്ടു തന്നെ പോയി.
അതായത് ഒരു തകർച്ചയുടെ വക്കിൽ നിന്നു അവർ. ആ ഒരു തകർച്ചയിൽ നിന്ന് കരകയറാൻ അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. പക്ഷെ അവിടേക്ക് അവർക്കൊരു നിരാശയാണ് തീർച്ചയായും. നിങ്ങളെ വേദനിപ്പിച്ച അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു ലേഡിയും കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പുരുഷനെ നിങ്ങളുടെ ബന്ധം തകർത്ത് നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു സമയം മുതലാക്കി ആക്കിയതായിട്ടും കാണുന്നുണ്ട്, കൈപ്പിടിയിൽ ഒതുക്കിയതായിട്ട്. കാര്യം സാമ്പത്തികം വെച്ച്, കാര്യം ഇപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം പണമാണ്. ഇത് വെച്ച് അവരെ അട്രാക്റ്റ് ചെയ്ത് നിങ്ങളിൽ നിന്ന് അകറ്റിയതായിട്ടും കാണുന്നുണ്ട്. വലിയ രീതിയിലുള്ള ബാധ്യതയിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ജോലിയിലുണ്ടായ ഒരു തകർച്ച, അല്ലെ ബിസിനസ്സിൽ വന്ന ജോലി നഷ്ടമായത്, ബിസിനസ്സിൽ വന്ന തകർച്ച, ഇതൊക്കെ മൊത്തം ഉലച്ചിട്ടുണ്ട് ജീവിതത്തെ മൊത്തം. അപ്പോൾ അത് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില വ്യക്തികൾ തന്ത്രപരമായിട്ട് കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ. അതായത് നിങ്ങളുടെ ഹസ്ബൻഡിനോടുള്ള അസൂയ, അല്ലെ നിങ്ങളുടെ പേഴ്സണോട്, നിങ്ങളുടെ വൈഫിനോട്, നിങ്ങളുടെ പേഴ്സണോടുള്ള അസൂയ മൂത്ത് അവർ അതിനെതിരായിട്ട് ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു, തൊട്ടത് പൊന്നാക്കുന്ന വ്യക്തിയായിരുന്നു. ഇതിൽ അസൂയ മൂത്താണ് തീർച്ചയായിട്ടും ചില വ്യക്തികൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അവരുടെ കരിയർ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സമാധാനവും സന്തോഷകരമായിട്ടുള്ള ജീവിതം, കുടുംബജീവിതമായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രണയ ജീവിതം ആയിക്കോട്ടെ, ലിവിങ് ടുഗദർ ആയിക്കോട്ടെ, ഏത് തരം റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അവിടെ പൈസ ഉണ്ടായിരുന്നു നേരത്തെ. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി വളരെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തി, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി. ആ ഒരു വ്യക്തി ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഒരു കവലയിൽ നിർത്തി എന്നൊക്കെ പറയത്തില്ല, ഒരു പെരുവഴിയിലാക്കുക എന്നൊക്കെ പറയത്തില്ല, ആ ഒരു സിറ്റുവേഷൻ എല്ലാം അവരുടെ കവർന്നെടുത്തതായിട്ട് കാണുന്നുണ്ട്. ചതി ചെയ്തു. അങ്ങനെ ഈ ഒരു അവസരം മുതലാക്കി ഒരു വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് വന്നു. അവർക്ക് ഒരുപാട് ഓഫറുകളൊക്കെ കൊടുത്ത് നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും തമ്മിൽ അകറ്റി, ഒരു തേർഡ് പാർട്ടി. കുറേ പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കുറേ പേർ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തകർച്ചയുടെ വക്കിലാണ് നിങ്ങളുടെ ബന്ധം എന്നാണ് കാണിക്കുന്നത്. ആദ്യത്തെ നമുക്ക് കുറച്ച് കാർഡുകൾ പരിശോധിക്കണം. പക്ഷെ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട. അടുത്ത് എന്താണ്, ഒരു ടെമ്പറൻസ് എന്ന് പറഞ്ഞൊരു കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു വളരെ ദുർഘടമായിട്ടുള്ളൊരവസ്ഥ, അതിനൊരു മാറ്റം വരും. സമാധാനമാണ് ടെമ്പറൻസ് കാർഡ് സൂചിപ്പിക്കുന്നത്. എത്രയൊക്കെ ഒരാളെ ചതിക്കാനായിട്ട് ശ്രമിച്ചാലും ഡിവൈനായിട്ട് തന്നെ ഒരു പ്രൊട്ടക്റ്റഡാണ്. നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഡിവൈൻലി പ്രൊട്ടക്റ്റഡാണ്. എത്രയൊക്കെ അവരെ ഇല്ലാതാക്കാൻ നോക്കിയാലും അതൊന്നും നടക്കില്ല. കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ദൈവാധീനമുണ്ട്. എല്ലാം നശിച്ചു പോകുമായിരിക്കും, ചിലപ്പോൾ അവരുടെ സാമ്പത്തികം മൊത്തം വട്ടപ്പൂജയാകുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരുമിച്ച് വീണ്ടും ജീവിക്കും എന്ന് തന്നെയാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. കാര്യം ആരൊക്കെ നിങ്ങളെ ഇല്ലാതാക്കാൻ നോക്കിയാലും അവർക്ക് കോൺഫിഡൻസ്, ഇപ്പോഴും നിങ്ങളുടെ വ്യക്തി ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ അതിലൊരു മാറ്റം വരും. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവും. നിങ്ങൾ ഹാപ്പിയായിട്ട് ജീവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു തകർച്ചയിൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ മാക്സിമം നിങ്ങൾ എൻകറേജ് ചെയ്യുക. ഇപ്പം നിങ്ങളിൽ നിന്ന് ആ ഒരു വ്യക്തി അകന്നുപോയ വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. കാര്യം ആ ഒരു തേർഡ് പാർട്ടി റിലേഷനൊക്കെ എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായും മറ്റൊരു വ്യക്തിയുടെ കൂടെയാണ്, അതൊരു താൽക്കാലികമായിട്ടുള്ളൊരു അട്രാക്ഷൻ ആയിരുന്നത്. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, പണത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കൈവശം അല്ലെങ്കിൽ കൂടോത്രമൊക്കെ മറ്റുള്ളവർ കൊടുത്തത്. പണം കിട്ടാനായിട്ടാണ്. അത് ഫാമിലിയിലുള്ളവർ, ഉറ്റ സുഹൃത്തുക്കളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും. പക്ഷെ ഇങ്ങനെ ബ്ലാക്ക് മാജിക് ചെയ്താൽ അത് അധികം നാളൊന്നും അങ്ങനെയുള്ള ഇത് നിലനിൽക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീണ്ടും നിങ്ങൾ സന്തോഷകരമായിട്ടൊരു റീയൂണിയനിലേക്ക്, അതായത് നിങ്ങൾ ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു 4 മന്ത്സിനുള്ളിൽ തിരികെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. 4 വീക്സ് to 4 മന്ത്സിനുള്ളിൽ തിരികെ വരുന്നതായിട്ട് കാണുന്നുണ്ട്.
നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട. മറ്റൊരാളുടെ കണ്ണേറാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു വ്യക്തികളുടെ കണ്ണേറ് നിങ്ങളുടെ കുടുംബത്തെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾ സന്തോഷവും സമാധാനമായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബ ജീവിതമായിരുന്നു നിങ്ങളുടെ ഇത്. കുട്ടികളും കുടുംബവും കുട്ടികളും, അല്ലെങ്കിൽ പ്രണയ ജീവിതമാണെങ്കിലും അങ്ങനെ, ലീവ് ഇൻ ടുഗദർ ആണെങ്കിലും അങ്ങനെ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്പം ദുർഘടമാണ്. നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വരാം. നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ആകാത്ത ആൾക്കാർക്ക് ഒരു കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ പോകുന്ന വ്യക്തിയാണ്. പക്ഷെ ഇതൊരിക്കലും ഒരു എൻഡ് അല്ല എന്ന് കരുതുക കൂട്ടുകാരെ. അവരെ മനസ്സിലാക്കുക. ഈ ഒരു സമയത്ത് അവർക്ക് ബിസിനസ്സൊക്കെ ചെയ്ത് വലിയ നഷ്ടം വന്നിട്ടുണ്ട്. അതൊരു ചതിയായിരുന്നു തീർച്ചയായിട്ടും. ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നല്ല ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം വീണ്ടെടുക്കാനുള്ള കഴിവ് നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. അതാണ് ഫ്യൂച്ചർ കാർഡായിട്ടുള്ള ഈ കാർഡ്സൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷൻ താൽക്കാലികം മാത്രമാണ്. നിങ്ങൾ വീണ്ടും ഒന്നാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം സമാധാനവും സന്തോഷവുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് പറയുന്നത്. കാണിക്കുന്ന സൂചന അതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. തീർച്ചയായിട്ടും ഇതൊന്നും ഒരു അവസാനമല്ല, ജീവിതത്തിൻ്റെ ചില പാഠങ്ങളാണ്. നിങ്ങളുടെ വ്യക്തിയായിട്ടുള്ളവർ നിങ്ങളുടെ പേഴ്സൺ എല്ലാവരെയും വിശ്വസിച്ചു, അന്ധമായി വിശ്വസിച്ചു. അതിന് എന്താണ്, അങ്ങനെയല്ല, എല്ലാവരെയും വിശ്വസിക്കണം. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അന്ധമായിട്ട് വിശ്വസിച്ചു. അവരാണ് ഏറ്റവും വലുത്, അവരെല്ലാം ശരിയാണ്, അവരെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. ഇതൊരു കാർമിക്കായിട്ടുള്ളൊരു സൈക്കിളാണ് തീർച്ചയായിട്ടും ഇപ്പം നിങ്ങളുടെ ലൈഫിനെ ബാധിച്ചിരിക്കുന്നത്. അത് എൻ്റെ ആയിട്ട് വീണ്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ടോടുകൂടി ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാർഡുകൾ പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ട. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ളൊരു ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് വളരെ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ദുഷ്പ്രേരണ ഈ ഒരു നിങ്ങളുടെ ബന്ധത്തെ അലട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. നിങ്ങളുടെ രക്തബന്ധത്തിലുള്ളവരുടെ ആകാം, സുഹൃത്തുക്കളുടെ ആകാം, ഒരു ലേഡിയുടെയൊക്കെ ഒരു പ്രസൻസ്, ഒരു പുരുഷൻ്റെ ഒക്കെ ഒരു എനർജി വരുന്നുണ്ട്. പലരെയും പല രീതിയിലാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്ത് തന്നെയാണ് തീർച്ചയായിട്ടും അവർ ഈ ഒരു പരുവത്തിലാക്കിയത്. അവരിപ്പോൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്കൊക്കെ കാരണം അത് തന്നെയാണെന്നാണ് കാർഡുകൾ ശരിവെക്കുന്നത്. നമ്മുടെ ടോപ്പിക് അതായിരുന്നു. ഇനിയൊരു ഏഞ്ചൽ മെസ്സേജും കൂടെ നോക്കാം. എന്താണ് നിങ്ങൾക്കുള്ള ആ ഒരു ഡിവൈൻ മെസ്സേജ് എന്ന് നോക്കാം. ഷഫിൾ ചെയ്തിട്ട് കാർഡുകൾ എടുക്കാം. ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. നിങ്ങൾ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുക, ആത്മവിശ്വാസം. ഒരു ഹീലിംഗ് സമയമാണ്, ഒരു ട്രാൻസ്ഫർമേഷനിലൂടെയാണ് നിങ്ങളുടെ ലൈഫ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നു. റീകൺസിഡർ. ഇപ്പം വളരെ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കേണ്ട സമയമാണ്. എടുത്തു ചാടി തീരുമാനമെടുക്കാതെ ഒരു കാര്യത്തിൻ്റെ എല്ലാ വശവും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. ഒരു പുനർവിചിന്തനം നടത്തുക, പുനരാലോചന നടത്തുക. വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ. ഒന്നിനും തിടുക്കം കാണിക്കരുതെന്നാണ് ഡിവൈൻ പറയുന്നത്. പ്രപഞ്ചശക്തിയിൽ അചഞ്ചലമായ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകണമെന്നുകൂടെ ഒരു അറിയിപ്പ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് റീഡിങ്. ആർക്കെങ്കിലും ഇൻഡെപ്ത് ആയിട്ടുള്ള റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, ഇതോടൊപ്പം ചേർത്തിരിക്കുന്ന. അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക്, അതുപോലെ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ട ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റുകളും ക്രിസ്റ്റലുകളും വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അതും നമ്പർ ഞാൻ വീഡിയോയുടെ കൂടെ കൊടുത്തേക്കാം. അപ്പോൾ എൻ്റെ റീഡിങ് കൊണ്ട് കുറച്ച് പേരെങ്കിലും ജീവിതത്തിൽ ചെറിയ രീതിയിലെങ്കിലും മാറ്റം വരുത്താനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഞാൻ വായിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ ചാനൽ വീണ്ടും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.
വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുക, കാണുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഇൻഡെപ്ത് റീഡിംഗ് നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ അത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതൊരു പെയ്ഡ് റീഡിംഗ് കൂടെയാണെന്ന് അറിയിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.